ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള പനീർ മസാല നോക്കിയാലോ? അപ്പോൾ ഇതിനു വേണ്ടി കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ സവോള വലിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, ഇവ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയ ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശേഷം ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം ഇതൊന്ന് ആറാൻ വെക്കാം. ആറിയ ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിനുശേഷം 1 കപ്പ് പനീറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ തൈര് ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ ചേർത്തായിരുന്നു. ഇനി അതേ കടായിൽ തന്നെ വേണമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് പനീർ ചേർത്ത് കൊടുത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാം. എല്ലാ സൈഡും തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു ചെറിയ സവോള അരിഞ്ഞതും 2 പച്ചമുളകും ചേർത്ത് സവോള ഒന്ന് വാടി വരുന്നത് വരെ വേവിക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പയ്യെ ഇളക്കാം. പനീർ പൊടിഞ്ഞു പോകാതെ സൂക്ഷിച്ച് പയ്യെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച മിക്സ് ചേർക്കാം. 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് ഇളക്കി 2 മിനിറ്റ് വേകാൻ വെക്കാം. 2 മിനിറ്റിന് ശേഷം കസൂരി മേത്തി പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, പനീർ മസാല റെഡിയായി.